വെൽക്കം ടു യുകെൻ എഡ്യൂസോൺ. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് EOQ അഥവാ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റീൻ്റെ ഒരു പ്രോബ്ലമാണ്. EOQ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മളിന്ന് ഈ പ്രോബ്ലം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലൂടെ കൊമേഴ്സ് ബന്ധപ്പെട്ടുള്ള പരമാവധി ക്ലാസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഉപകാരമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണത് EOQ. പക്ഷേ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പലപ്പോഴും കാണുന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണത്. ആനുവൽ ഡിമാൻഡ് 800 യൂണിറ്റാണ്. കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻ ഓർഡർ 100. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവില്ല, ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടാവും, സെയിം ആണത്. ദെൻ റെൻറ്റ്, ഇൻഷുറൻസ്, ടാക്സ് പെർ യൂണിറ്റ് പെർ ഇയർ ₹1 ആണ്. മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് 30 ആണ്. നമുക്കറിയാം EOQൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പഠിച്ചു കഴിഞ്ഞതാണ്. EOQ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെന്ന് പറഞ്ഞാൽ EOQ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ √2CO ഡിവൈഡ് ബൈ I ആണത് EOQൻ്റെ ഇക്വേഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ. C എന്താണ്? ആനുവൽ കൺസംഷനാണ്. ക്വസ്റ്റ്യനകത്തുണ്ട് 800 യൂണിറ്റാണത് ആനുവൽ കൺസംഷൻ എന്നല്ല. ദെൻ കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻ ഓർഡർ സിമ്പിളായിട്ട് ക്വസ്റ്റ്യനകത്ത് എടുത്ത് എഴുതേണ്ട മാത്രമേ ഉള്ളൂ. വേറെ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. അതിനാണ് 100 ആണ് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് I ആണ്. I എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയുള്ള Iൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള. ആനുവൽ ക്യാരിയിങ് കോസ്റ്റാണ്. I എന്ന് പറഞ്ഞാൽ ആനുവൽ ക്യാരിയിങ് കോസ്റ്റാണ്. ഇൻട്രസ്റ്റ് കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ്, ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആണ് ആനുവൽ ക്യാരിയിങ് കോസ്റ്റ്. കഴിഞ്ഞ ദിവസത്തെ പറഞ്ഞാണ്. ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ ഒരു യൂണിറ്റിന് എത്രയാണ്? 30 ആണ് ഒരു യൂണിറ്റിനുള്ളത്. അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? 10% അല്ലേ? അതിൻ്റെ 10% ഇൻട്രസ്റ്റ് പ്ലസ് ഇവിടെ വേറൊരു കോസ്റ്റ് കൂടിയുണ്ട്. എന്താണ്? റെൻറ്റ്, ഇൻഷുറൻസ്, ടാക്സ് പെർ യൂണിറ്റ് പെർ ഇയർ തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു രൂപ നമ്മൾ ആഡ് ചെയ്യും. ഇതാണെന്ത്? I എന്നുള്ളത്. ഓക്കെ, I എന്നുള്ളത്. Iൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആണ്. ഇത് എത്രയാണ്? 3 അല്ലേ? +1, അതായത് 4 ആണ് വരുന്നത്. ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. EOQ = ഇക്വേഷനകത്ത് അഡോപ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനകത്തില്ല. 2 800 × 100 ഡിവൈഡ് ബൈ 4 എന്നുള്ള. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടി? നമുക്ക് EOQൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, 200 യൂണിറ്റാണ് കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കാം. നിങ്ങളൊന്ന് 200 യൂണിറ്റ്സ്. അപ്പോൾ എക്കണോമിക്കലി ഓർഡർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി എന്നുള്ളത് 200 യൂണിറ്റ്സ് ആണ്. ഇതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ചെയ്താലൊരു ഷോർട്ട് എസ് എ ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണിത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആദ്യം ഇക്വേഷൻ പഠിക്കുക. പിന്നെ ഇതിനകത്ത് നിന്ന് ഇവിടെ ഈ I കണ്ടുപിടിക്കുന്നതിന് ആകെ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക. I എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഉള്ളത് 30 ആണുള്ളത്. അതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 10%, 3 പ്ലസ് ഇവിടെയുള്ള റെൻറ്റ്, ഇൻഷുറൻസ്, ടാക്സ് എന്നുള്ള ആ ഒരു കോസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് 4 കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് Iൻ്റെ വാല്യൂ 4 കിട്ടിയിട്ടുള്ളത്. അത് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടി? EOQ എന്നുള്ളത് 200 യൂണിറ്റ്സ് ആണ്. ഓക്കെ, മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.